ശിവൻ സാറിനൊപ്പം കൃത്യമായ മറുപടി എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നമുക്കറിയാം നിരവധി പ്രേക്ഷകരാണ് അവരുടെ സംശയങ്ങൾ നീറ്റ് 2024 അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിരവധി പ്രേക്ഷകർ അവരുടെ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവൻ സാറിൻ്റെ വിവിധ പ്രോഗ്രാമുകളുടെ ഇടയിൽ കമൻറ്റുകൾ പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വാരം എന്തൊക്കെ കമൻറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് കാണാം. MBBS Christian Minority Quota Kerala seats. NEET registration details. NEET 2024 center details. NEET 2024 attempts. Correction time. Veterinary course details. NEET 2024 correction details. NEET 2024 signature details. Payment details. Sender and address details. +2 score for NEET. BSc nursing details. ESI IP BDS cutoff. NEET 2024 image details. NEET registration code. Image correction. CBSE student State Sports Council certificate. NEET 2024 correction time. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യ കമൻറ്റിലേക്ക് തന്നെ പ്രവേശിക്കാം. സാർ ചോദ്യം ഇതാണ്. സാർ, ഇൻ വാട്ട് മെഡിക്കൽ കോളേജസ് ഡസ് എ ക്രിസ്ത്യൻ മൈനോറിറ്റി സ്റ്റുഡൻറ്റ് ഇൻ കേരള ഹാവ് സീറ്റ്സ് ഇൻ ആൻഡ് വാട്ട് വാസ് ദ കട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ഫോർ ദോസ് സീറ്റ്സ്? നമുക്ക് കേരള മെഡിക്കലിന് എല്ലാ കുട്ടികൾക്കും അപേക്ഷകൾ കൊടുക്കണമെന്നറിയാമല്ലോ. അപ്പം നീറ്റാണ് പരീക്ഷ എഴുതുന്നതെങ്കിലും കേരളത്തിലെ MBBS പ്രവേശനം അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും നമുക്ക് അടുത്ത ആഴ്ച മുതൽ കേരള മെഡിക്കലിനും എല്ലാ കുട്ടികളും അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയൊന്നും കൂടുതലായിട്ട് എഴുതണ്ട, നീറ്റ് മാത്രം മതി. അങ്ങനെ കേരള മെഡിക്കലിന് അപേക്ഷിക്കുമ്പം നമുക്കിവിടെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളുമാണ് പ്രവേശനത്തിനായിട്ടുള്ളത് MBBSന്. അതിൽ ഈ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 7 മെഡിക്കൽ കോളേജുകൾ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിലാണ്. അത് ക്രിസ്ത്യൻ സഭകളുടെ കീഴിലാണ് ആ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. ആ മെഡിക്കൽ കോളേജുകൾ ഏത് സമുദായത്താണോ അതിൻ്റെ ഓണർഷിപ്പ് അവർക്കുള്ളതാണ് 35% മാനേജ്മെൻറ്റ് സീറ്റ്. എന്ന് പറഞ്ഞാൽ 7.5 ലക്ഷം രൂപ തന്നെ വാർഷിക ഫീസുള്ളൂ. മാനേജ്മെൻറ്റ് ഫീസാന്ന് വിചാരിച്ച് ഉയർന്ന ഫീസില്ല. 7.5 ലക്ഷം രൂപ തന്നെ ഫീസ് കൊടുത്തുകൊണ്ടുള്ള 7 മെഡിക്കൽ കോളേജുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിനും മുസ്ലിം വിഭാഗത്തിന് 6 കോളേജുകളുമാണുള്ളത്. ആ 7 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളാണ് അമലയും, ജൂബിലി, കോലഞ്ചേരി, പുഷ്പഗിരി, ബിലീവേഴ്സ്, സോമർവെല്ല്, മൗണ്ട് സിയോൺ. ഈ മെഡിക്കൽ കോളേജുകളിൽ എല്ലാ വിഭാഗത്തിനും സീറ്റുണ്ട്. ജനറൽ സീറ്റ്, OBC സീറ്റുകൾ, SC സീറ്റ്, ST സീറ്റ്, അങ്ങനെ എല്ലാ റിസർവേഷനും അനുസരിച്ച് 50% സീറ്റുകളുണ്ട്. ബാക്കിയുള്ള 15% സീറ്റുകൾ NRI വിഭാഗത്തിനായിട്ട് പോകും. മിച്ചമുള്ളതാണ് 35% സീറ്റുകൾ, 400 MBBS സീറ്റുകൾ 7.5 ലക്ഷം രൂപ ഫീസ് ക്രമത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമേ കിട്ടുകയുള്ളൂ. അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് മലങ്കര, യാക്കോബൈറ്റ്, കാത്തലിക്സ്, ലാറ്റിൻ കാത്തലിക്സ് അങ്ങനെയൊന്നുമില്ല. എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിനെയും കൂടെ ഓൾ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഈ 400 സീറ്റ് നൽകുന്നത്. അതിന് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, കേരള മെഡിക്കൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സീറ്റുകൾ കൊടുക്കുകയും ചെയ്യുന്നത്. അതിൽ നമുക്ക് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തപ്പോൾ കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏതാണ്ട് 9,400 വരെ ജനറൽ റാങ്ക് ഉള്ള കുട്ടികൾക്ക്, ഏതാണ്ട് 500 മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഓപ്പണായിട്ട് ആ കോളേജുകളിൽ സീറ്റ് പ്രവേശനം കിട്ടിയത്. എന്നാൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗമായതുകൊണ്ട് ഈ 400 സീറ്റിന് സെപ്പറേറ്റ് ആയിട്ട് അവർ ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് ഏതാണ്ട് 14,400 കേരള മെഡിക്കൽ റാങ്ക് വരെ 445 മാർക്കിന് അടുത്ത് വരെയുള്ളവർക്ക് 7.5 ലക്ഷം രൂപ ഫീസ് ക്രമത്തിൽ ഈ മൈനോറിറ്റി സീറ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്. 15% NRI ആയിട്ട് പരിഗണിക്കുമ്പോഴും അവിടെയും നമുക്ക് 5%, 15%-നുള്ളിലുള്ള 5% ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമായിട്ട് NRI സീറ്റും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പം അത് കേരള മെഡിക്കൽ വഴിയാണ് ഈ 7 കോളേജുകളിലെ ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ള സീറ്റുകളും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിനും 6 കോളേജുകളിൽ 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ഫീസ് ക്രമത്തിൽ മൈനോറിറ്റി സീറ്റുകൾ ഉറപ്പാക്കാം. നമ്മൾ നോർമൽ കൊടുക്കുന്ന ഓപ്ഷൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ മൈനോറിറ്റിയിൽ നിന്നും കൂടെ ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കേരള മെഡിക്കലിന് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുകയും വേണം. സാർ, അടുത്തൊരു ചോദ്യം ഏഞ്ചൽ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. സാർ, EWSന് തഹസിൽദാറിൻ്റെ അടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടുമോ എന്ന് ഉറപ്പില്ല. സോ നീറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ EWS എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടോ? ഇൻ കേസ് EWS കിട്ടില്ലെങ്കിൽ ജനറലിലേക്ക് ആക്കാൻ സാധിക്കുമോ? നമുക്ക് ഇപ്പോൾ നമ്മൾ കാറ്റഗറി നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ OBC എന്നോ EWS എന്നോ ഒക്കെ വെച്ചു. അത് തിരിച്ച് ജനറലോട്ട് മാറ്റാനായിട്ട് നമ്മുടെ മുമ്പിൽ 2 അവസരങ്ങളുണ്ട്. ഈ 2 അവസരങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ
നമുക്ക് അലോട്ട്മെൻറ്റ് സമയത്ത് ഈ കാറ്റഗറിക്ക് അനുസരിച്ചാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകും. അതിനടുത്ത റൗണ്ടിൽ ജനറലായിട്ട് പരിഗണിക്കുകയും ചെയ്യും. എന്നാൽ അതിനു മുമ്പ് 2 അവസരങ്ങളുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ജനറലോട്ട് മാറ്റാൻ. ഒന്ന് ഈ വൺ ടൈം കറക്ഷൻ. ഇപ്പം മാർച്ച് 10 കൂടി ആരംഭിക്കുന്ന വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ നമ്മുടെ കാറ്റഗറി ജനറലോട്ട് മാറ്റുകയും ബാക്കിയുള്ള ഫീസ് 100 രൂപ നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നീറ്റ് റിസൾട്ട് ജൂൺ 14 വന്നതിന് ശേഷം ജൂൺ അവസാനത്തെ ആഴ്ച mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കും. ആ MCCയിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴും നമ്മുടെ കാറ്റഗറി വേണമെങ്കിൽ ജനറലിലോട്ട് മാറ്റാൻ ഒരു അവസരമുണ്ട്. അപ്പോൾ ജൂൺ മാസമായി നമുക്ക് തഹസീൽദാരുടെ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയാം. കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം മെഡിക്കൽ കൗൺസിൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴാണെങ്കിലും ആപ്ലിക്കേഷൻ ജനറലിലോട്ട് മാറ്റിയാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. സർ, അടുത്ത ചോദ്യം. കാൻഡിഡേറ്റ് മാഹി പുതുച്ചേരിയിലാണ്. പിതാവിന് കേരളത്തിൽ നേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ പരീക്ഷാ സെന്റർ കേരളത്തിലും മാഹി പുതുച്ചേരിയിലും വെക്കാമോ? കൂടാതെ കാൻഡിഡേറ്റ് കേരളത്തിൽ OBC NCL കിട്ടുമോ? തീർച്ചയായിട്ടും. അച്ഛൻ, അമ്മ, കുട്ടി ഇവരിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചാൽ മറ്റ് ഏത് സ്റ്റേറ്റിൽ എലിജിബിലിറ്റി ഉണ്ടെന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ കാര്യങ്ങളിൽ അച്ഛൻ, അമ്മ, കുട്ടി ഇവരിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചാൽ കേരളത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുകയും അതോടൊപ്പം തന്നെ നമുക്ക് കേരള മെഡിക്കലിന് അപേക്ഷിക്കുകയും ആ കൊടുത്ത അഡ്രസ്സിനനുസരിച്ച് വില്ലേജ് ഓഫീസറിൽ നിന്ന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നയാളാണെങ്കിൽ OBC റിസർവേഷൻ ലഭിക്കുകയും ചെയ്യും. ഓക്കെ സർ, അടുത്തൊരു ചോദ്യം മുഹമ്മദ് എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. സർ, ഫാദർ ഓക്യുപ്പേഷൻ ചോദിച്ചപ്പോൾ അതർ എന്നാണ് അബ്രോഡ് ആയതുകൊണ്ട് കൊടുത്തത്. ശരിയാണോ കൊടുത്തത്? ലാസ്റ്റ് +2 എക്സാം കഴിഞ്ഞ സമയത്ത് നീറ്റ് എഴുതുന്നു. ബട്ട് പ്രീവിയസ് അറ്റംപ്റ്റ് 1 എന്നാണ് കൊടുത്തത്. 2 ആണോ കറക്റ്റ്? പ്ലീസ് റിപ്ലൈ. നമുക്ക് ഈ നീറ്റിന് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന ആ സമയത്ത് പറഞ്ഞിരുന്നു, ഇതിനകത്തുള്ള ഭൂരിഭാഗം കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഒരു ഡേറ്റാബേസ് എന്ന രീതിയിൽ കളക്ട് ചെയ്യുന്നതാണ്. ഈ 25 ലക്ഷം കുട്ടികളുടെയും അവരുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ്, ഏത് രീതിയിലുള്ള വിഭാഗക്കാരാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയുള്ള കുട്ടികളാണ്, ഏത് രീതിയിലാണ് ഈ മെഡിക്കൽ പ്രൊഫഷനെ അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഏത് രീതിയിലാണ് സമീപിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ജോലിയും ചോദിച്ചിരിക്കുന്നത്. അതിന് കാൻഡിഡേറ്റിൻ്റെ നീറ്റ് പരീക്ഷയുമായിട്ടോ നീറ്റ് അഡ്മിഷനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതുപോലെ ജോലിയും എന്ത് വെച്ചാലും യാതൊരു പ്രസക്തവുമല്ല. പിന്നെ അതിർന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം മതിയാവുന്നതാണ്. അടുത്ത ചോദ്യം അതുപോലെ തന്നെയാണ്. നീറ്റ് ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട് എന്ന് ചോദിച്ചെടുത്ത് 1 or 2 വെക്കുന്നത് അതൊരു ഡാറ്റ കളക്ഷൻ മാത്രമേ ഉള്ളൂ. അതിന് നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധമില്ല. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിൽ നമ്പർ ഓഫ് പ്രീവിയസ് അറ്റംപ്റ്റ് 1 കൊടുക്കേണ്ടിയിരുന്നത്. ഏതൊരു ഡേറ്റയും വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള അപ്രസക്തമായ കാര്യങ്ങൾ തിരുത്താതിരിക്കുന്നതാണ് നല്ലത്. പ്രസക്തമായ കാര്യങ്ങൾ മാത്രം തിരുത്താനായിരിക്കണം വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി ഉപയോഗിക്കേണ്ടത്. സർ, അടുത്തൊരു ചോദ്യം. സാർ, മാർച്ച് 9 ശേഷം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ കൺഫർമേഷൻ പേജ് കിട്ടുമോ? തീർച്ചയായിട്ടും. നമുക്ക് ഏത് പേഴ്സണൽ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്ത ഇമേജുകളും മാർച്ച് 9 ശേഷം വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി തിരുത്തുകയും പുതിയ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. സർ, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്. സർ, വെറ്റിനറിക്ക് നീറ്റിന് മാർക്ക് കുറവാണെങ്കിൽ OBC കാറ്റഗറി ആയതുകൊണ്ട് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുമോ? നീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെറ്റിനറിക്ക് വേറെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടാവുമോ? നമുക്ക് വെറ്റിനറിക്ക് 2 രീതിയിലുള്ള അഡ്മിഷൻ ആണെന്നുള്ളത് അറിയാം. ഒന്ന്, കേരളത്തിലെ 2 കോളേജുകളിൽ കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് 85%, കേരളത്തിലെ 2 കോളേജുകൾ ഉൾപ്പെടെ മൊത്തം ഇന്ത്യയിലുള്ള 42 ഗവൺമെൻറ് വെറ്റിനറി കോളേജുകളിലും നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് VCI കൗൺസിലിംഗ്, വെറ്റിനറി കൗൺസിലിങ്ങുമാണ് പ്രവേശനം നടത്തുന്നത്. അതായത് ഗവൺമെൻറ് മേഖലയിലുള്ള വെറ്റിനറിക്ക് മുഴുവനും നീറ്റാണ് അടിസ്ഥാനമെന്നർത്ഥം. അപ്പം കേരളത്തിലുള്ള 2 കോളേജുകളിൽ നമുക്ക് ജനറലായിട്ടും OBC ആയിട്ട് നമ്മളെ പരിഗണിക്കും. അപ്പോൾ ജനറലായിട്ട് ഒരു 5500 കേരള മെഡിക്കൽ റാങ്ക്, ഒരു 555 മാർക്ക് വരെയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ OBC ആയിട്ട് ഒരു 530, 7000 വരെയുള്ള കുട്ടികൾക്കും വെറ്റിനറി ലഭിക്കാവുന്നതാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ VCI കൗൺസിലിംഗ്, വെറ്റിനറി കൗൺസിലിംഗ് എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുകയും ഈ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ കോട്ടയ്ക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം. നിലവിൽ വെറ്റിനറിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട. നീറ്റിന് അപ്ലൈ ചെയ്യുന്നു, അടുത്ത ആഴ്ചയിൽ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴി ckerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കേരളത്തിലെ MBBSനും അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും BDSനും ഒക്കെ ഓപ്ഷൻ നമുക്ക് സമർപ്പിക്കാം. അതിനുശേഷം
ഏതാണ്ട് ഓൾ ഇന്ത്യയുടെ 2 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമാണ് വെറ്റിനറിയുടെ കൗൺസിലിംഗ് ആരംഭിക്കുന്നത്. അതിന് VCE കൗൺസിലിംഗ് വഴി ആ സമയത്ത് ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്ത് VCE കൗൺസിലിംഗ് വഴി ഓൾ ഇന്ത്യ വെറ്റിനറിക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാകും. നിലവിൽ നീറ്റും കീമും മാത്രം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതിയാകും. സാർ അടുത്ത് സാർ എൻ്റെ ആധാർ കാർഡ് ഇനിഷ്യൽ ഉണ്ട്, ബട്ട് SSLC സർട്ടിഫിക്കറ്റ് ഇനിഷ്യൽ ഇല്ല. സോ ഞാൻ രജിസ്റ്റർ ചെയ്താൽ ഇനിഷ്യൽ ഇല്ലാതെയാണ് രജിസ്റ്റർ ചെയ്തത്. ഇനി ആധാർ അപ്ഡേറ്റ് ചെയ്ത് ഇനിഷ്യൽ കറക്റ്റ് ആക്കിയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? ഇല്ല, യാതൊരു പ്രോബ്ലവും ഇല്ല. ഇപ്പോൾ നമ്മൾ ആധാർ വെച്ച് ചെയ്തു, ഇനി ഈ ഡ്യൂറേഷൻ സമയത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവുമില്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്നതും അങ്ങനെ തന്നെയാണ്. ആധാർ വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, ആധാർ കൊടുത്ത് നമുക്ക് ഡേറ്റ അകത്ത് കയറുന്നു, നമ്മളുടെ പേര് അവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ അകത്ത് നീറ്റിൻ്റെ രജിസ്ട്രേഷൻ വിൻഡോയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പേര് എഡിറ്റ് ചെയ്യാം. നമ്മൾ തന്നെ പേര് എഡിറ്റ് ചെയ്തിട്ട് ക്ലാസ് 10 12th പോലെ ആക്കുന്നു. എന്നിട്ട് ഒന്നെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ +2 ഹോൾ ടിക്കറ്റുമായിട്ട് പരീക്ഷയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ സമയത്തേക്ക് നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്ത് ആധാറുമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നു. ക്ലാസ് 10 12th പോലെ തന്നെ പേരിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാർ അടുത്ത് സൈൻ ചെയ്ത് ബ്ലൂ എങ്കിലാണ് മാറ്റി ചെയ്യണോ? പ്ലീസ് റിപ്ലൈ. ഇമേജുകൾ സംബന്ധിച്ച് അത് ഫോട്ടോയാണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും 10 വിരലിൻ്റെയും ഇംപ്രഷൻ ആണെങ്കിലും നമ്മളത് വ്യക്തമായി പറഞ്ഞിരുന്നു. നമ്മളൊരു ഡേറ്റ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നത് 1 ടൈം കറക്ഷൻ ഫെസിലിറ്റി നമുക്ക് വേണേൽ മാറ്റാം. ഇതില്ലെങ്കിൽ ഈ അപ്ലൈ ചെയ്ത മുഴുവൻ കുട്ടികളുടെയും ഇമേജുകൾ, ഫോട്ടോയും സിഗ്നേച്ചറും NTA പരിശോധിക്കുകയും എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ, ഒന്നുകിൽ ആവശ്യത്തിന് ക്ലാരിറ്റി ഇല്ല, പിക്സൽ റേഷ്യോ തെറ്റാണ്, അതിനകത്ത് സൈൻ അവർ പറയുന്ന ഡയമെൻഷനിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുകയും നമുക്ക് മാറ്റാനായിട്ടുള്ള അവസരം തരികയും ചെയ്യും. 1 ടൈം കറക്ഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കുന്ന തെറ്റുകൾ തിരുത്താനായിട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരുത്താം. ഇനി നമ്മൾ തിരുത്തിയില്ല എന്നിരിക്കട്ടെ, പക്ഷേ നമ്മുടെ ഫോട്ടോ അവരുദ്ദേശിച്ച ക്ലാരിറ്റി ഉള്ളതല്ല, ആളെ തിരിച്ചറിയത്തില്ല, സിഗ്നേച്ചർ അവർ പറയുന്ന പോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഒരു ലെറ്ററൊക്കെ വെറുതെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അപ്പം അവരെന്ത് പറയും? ആ ഏപ്രിൽ 25 വരെയുള്ള സമയത്തിന് മുമ്പ് തന്നെ നമുക്കൊരു ഇമെയിൽ വരികയും നമുക്കൊരു മെസ്സേജ് വരികയും നമ്മളോടത് മാറ്റി പുതിയത് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇമേജ് ചെയ്തതിൽ തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് യാതൊരു തരത്തിലും പേടിക്കേണ്ട. നീറ്റ് എക്സാമിന് NTAക്ക് ഇത് പോരെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുകയും അത് മാറ്റി ചെയ്യാനായിട്ട് അനുവദിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് അങ്ങനെ ഒരു യാതൊരു സ്പെസിഫിക്കേഷനും ഇല്ല. ആ ഇമേജ് കണ്ടിട്ട് ആ വ്യക്തിയെ തിരിച്ചറിയുകയും ആ സൈൻ തിരിച്ചറിയുകയും ചെയ്യപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. കളറ് പ്രിഫറബിളി മാത്രമാണ്. സാർ അടുത്തൊരു ചോദ്യം, പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് പോയി, പക്ഷേ സ്റ്റാറ്റസ് പേയ്മെൻറ്റ് ഫെയിൽഡ് എന്ന് കാണുന്നത് 24 hours കഴിഞ്ഞ് വീണ്ടും പേയ്മെൻറ്റ് ചെയ്തു, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് പേയ്മെൻറ്റ് തിരികെ കിട്ടാൻ നമുക്ക് ഇമെയിൽ എന്തെങ്കിലും ചെയ്യണോ? നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് പലതവണ പേയ്മെൻറ്റ് ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് കട്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണേ സക്സസ് ആയിട്ടുള്ളെങ്കിൽ ബാക്കിയുള്ള പേയ്മെൻറ്റ് തിരികെ കിട്ടാനായിട്ട് നമ്മളുടെ പ്രോസ്പെക്ടസിനകത്ത്, നീറ്റിൻ്റെ വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസിനകത്ത് ആ ഫിനാൻഷ്യൽ കസ്റ്റോഡിയൻ്റെ ഏത് ബാങ്കിങ്ങിൻ്റെ സെർവറാണ് നമ്മൾ ഉപയോഗിച്ചത് അവരുടെ ഇമെയിൽ ID തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് SBI വഴി ചെയ്തപ്പോഴാണ് നമ്മൾ ഫെയിലിയർ ആയതെങ്കിൽ, അല്ലെ കാനറ വഴി ചെയ്തിട്ടാണ് ഫെയിലിയർ ആയെങ്കിൽ അവർക്കാണ് ഇമെയിൽ അയക്കേണ്ടത്. നമ്മളുടെ സ്ക്രീൻഷോട്ടും നമ്മളുടെ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസും അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടെ അവർക്ക് നമ്മൾ ആ ഇമെയിൽ ചെയ്ത് കൊടുത്താൽ, ആ ഫിനാൻസ് കസ്റ്റോഡിയൻ ഇമെയിൽ ചെയ്ത് കൊടുത്താൽ ആ പൈസ തിരികെ ലഭിക്കുന്നതാണ്. സാർ അടുത്തൊരു ചോദ്യം, സൗമ്യ കൃഷ്ണൻ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. അദ്ദേഹം കേരള അഡ്രസ് ആണ് വെച്ചത്, പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും കേരള വെച്ചാണ്, കേരളത്തിലെ സെന്റർ വെച്ച് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോ ദുബായ് അഡ്രസ്സിലേക്ക് മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായും 1 ടൈം കറക്ഷൻ ഫെസിലിറ്റി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ പ്രസന്റ് അഡ്രസ്സോ പെർമനന്റ് അഡ്രസ്സോ ഏതെങ്കിലും ഒന്ന് ദുബായ് ആക്കുകയും ദുബായിലോട്ട് എക്സാം സെന്റർ മാറ്റുകയും ബാക്കിയുള്ള തുക 1700 ബാക്കി 9500 ബാക്കി എത്ര തുകയാണോ അത് ഓൺലൈനായിട്ട് അടയ്ക്കുകയും ചെയ്യാം. ഓക്കെ സാർ അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, +2 മാർക്ക് 1200 കാൽക്കുലേറ്റ് ചെയ്തത്, +1 600 +2 മാർക്ക് ലിസ്റ്റ് ഫസ്റ്റ് ഇയർ മാർക്ക് നോക്കിയിട്ട് എനി പ്രോബ്ലം കൊടുത്തത് ശരിയാണോ സാർ? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡാറ്റാബേസ് കളക്ഷൻ മാത്രമാണ്. നമ്മൾ ഇതിനകത്ത് എന്ത് മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. 1200 500 520 നമ്മൾ എത്രയെങ്കിലും ആവട്ടെ, അത് 1 ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ വേണേൽ തിരുത്താം. നമുക്ക് വേണേൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സെപ്പറേറ്റ് ആക്കാം, പക്ഷേ അത് ആവശ്യമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ 1 ടൈം കറക്ഷൻ ഫെസിലിറ്റി ഉപയോഗിക്കാവുള്ളൂ. ഇത് നമ്മൾ ചെയ്യേണ്ടത് നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം നമ്മളൊരു കോളേജിൽ അഡ്മിഷനായിട്ട് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുമായിട്ടാണ് ചെല്ലുന്നത്. അത് മാത്രമേ വെരിഫൈ ചെയ്യുള്ളൂ. എന്താണ് ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിരുന്നതെന്നുള്ളത് യാതൊരു കാരണവശാലും നോക്കുകയില്ല. ഇത് തെറ്റല്ല ചെയ്തിരിക്കുന്നത്. സാർ അടുത്തൊരു ചോദ്യം, ജിൻസി എന്ന് പറയുന്ന പ്രേക്ഷകയാണ്. സാർ കേരളത്തിൽ BSc നഴ്സിംഗിന് എക്സാം ഉണ്ടോ? തീർച്ചയായിട്ടും
കേരളത്തിൽ 7000 BSc നഴ്സിംഗ് സീറ്റുകളാണുള്ളത് ഗവൺമെൻറ് മേഖലയിൽ. നമ്മുടെ കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ അങ്ങനെയുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ സ്വകാര്യ ആശുപത്രികളിലുമായിട്ട് 7000 BSc നഴ്സിംഗ് സീറ്റുകളാണ് ഉള്ളതെന്നറിയാം. നാളെ ഇതുവരെ, അതായത് കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു BSc നഴ്സിംഗ് പ്രവേശനമെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഈ വർഷം മുതൽ 2024 മുതൽ ജൂണിൽ ഒരു പ്രവേശന പരീക്ഷ, കേരളത്തിന് മാത്രമായി ഒരു പ്രവേശന പരീക്ഷ നടത്തുകയും അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഈ വരുന്ന 7000-ഓളം BSc നഴ്സിംഗ് പ്രവേശനം നടക്കുന്നത്. കേരളത്തിലെ BSc നഴ്സിംഗിന് നീറ്റ് അല്ല പരീക്ഷ, പകരം കേരളത്തിൻ്റേതായിട്ടുള്ളൊരു പരീക്ഷയുണ്ടെന്നും അതിന് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണമെന്നുള്ളതും ഓർത്തിരിക്കുക. സർ, അടുത്തൊരു ചോദ്യം, ESA IP വഴി BDSന് എത്ര മാർക്കാണ് വേണ്ടത്? നമുക്കറിയാം ESI മെഡിക്കൽ കോളേജുകൾ 11 ESI മെഡിക്കൽ കോളേജുകളും ഈ 11 കോളേജുകളിലും 456ഓളം MBBS സീറ്റുകളും ഉണ്ടെന്നറിയാം. എന്നാൽ BDSന് ഈ 11 കോളേജിൽ ഒരു കോളേജിൽ, ഗുൽബർഗ മെഡിക്കൽ കോളേജ് കർണാടകത്തിൽ മാത്രമാണ് BDS സീറ്റുള്ളത്. 28 BDS സീറ്റുകൾ മാത്രമേ അവിടെ നിലവിലുള്ളൂ. അത് 480 മാർക്ക് വരെ കിട്ടിയിരിക്കുന്ന കുട്ടിക്ക് ജനറൽ വിഭാഗത്തിൽ പ്രവേശനം ലഭിച്ചിട്ടുമുണ്ട്. സർ, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ വീണ്ടും ആഡ് ചെയ്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീറ്റ് അപ്ലൈ ചെയ്ത കുറച്ചധികം കുട്ടികൾക്ക് ഈ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയുടെ ആ ലിങ്കിൽ അത് അപ്ലോഡ് ആയില്ല. കാരണം പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയുടെ അവിടെ നോക്കിയത് മുഖത്തിൻ്റെ വലിപ്പവും അതിൻ്റെ ഡയമെൻഷനും ഒക്കെ നോക്കിയത് കൊണ്ട് പലരുടേതും അവിടെ അപ്ലോഡ് ആകാതെ പോയതുകൊണ്ട് അവരെന്ത് ചെയ്തു, പാസ്പോർട്ട് സൈസ് അപ്ലോഡ് ചെയ്തു. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ്, നീറ്റിൻ്റെ ഓരോ ഇമേജുകളും NTA വെരിഫൈ ചെയ്യുകയും അത് പോരെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ അതവർ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഇനി അവരത് വെരിഫൈ ചെയ്യുകയും അത് പോരെങ്കിൽ കൃത്യമായിട്ട് താങ്കളെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ നിലവിൽ യാതൊരു കുഴപ്പവുമില്ല. പോസ്റ്റ് കാർഡിൻ്റെ സ്ഥാനത്ത് പാസ്പോർട്ട് സൈസ് അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ച് നമ്മൾ നീറ്റിനോ പരീക്ഷയ്ക്കോ അഡ്മിഷനോ ഒന്നും യാതൊരു കുഴപ്പവുമില്ല. ആ ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, ആവശ്യത്തിന് ആളുകളെ തിരിച്ചറിയാനുള്ള ക്ലാരിറ്റി ഇല്ലെങ്കിൽ താങ്കളെ അറിയിക്കുകയും അത് മാറ്റാനായിട്ട് ആവശ്യത്തിന് സമയം തരികയും ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇനി വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് കറക്ഷനായിട്ട് NTA പറയുകയോ ചെയ്യുമെന്ന് ഇല്ല. സർ, അടുത്തൊരു ചോദ്യം, സർ, ഐ എം എ റിപ്പീറ്റർ, ഈസ് ഇറ്റ് ഓക്കെ ടു മാർക്ക് ആസ് കോഡ് 2 വൈൽ രജിസ്ട്രേഷൻ? നമുക്ക് ഇവിടെ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 കൊടുക്കുന്ന സ്ഥാനത്ത് 2, 3, 4, 5, 6 എന്നീ ക്രമത്തിൽ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് +2 നീറ്റ് 2024 അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അതാണ് 2 എന്ന് പറയുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് നമ്മൾ റെഗുലറായിട്ട് പഠിച്ചിട്ടുണ്ടെന്നും 50% മാർക്ക് ഉണ്ടെന്നുള്ളതുമാണ് 2. അപ്പം എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും തന്നെ 2 തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പം റിപ്പീറ്ററാണ്, എത്രാമത്തെ തവണയാണെന്നുള്ളതിന് യാതൊരു തരത്തിലും ഈ കോഡ് അർത്ഥമാക്കുന്നില്ല. അടിസ്ഥാന യോഗ്യത എന്താണെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് 2 തന്നെ കൊടുക്കുക. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിലാണ് 6 കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു ഡാറ്റാബേസ് കളക്ഷൻ മാത്രമാണ്. താങ്കൾ ഏത് കോഡ് കൊടുത്തു എന്നുള്ളതോ ഏത് കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ 50% മാർക്കുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പഠിച്ച മാർക്ക് ലിസ്റ്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രം മതി. 2 മുതലുള്ള 6 മുതലുള്ള എല്ലാ കോഡുകളും NTA അംഗീകരിച്ചിരിക്കുന്നതാണ്. സർ, അടുത്തൊരു ചോദ്യം, അപ്ലോഡ് ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ നെയിം ആൻഡ് ഡേറ്റ് ഉണ്ട്, പക്ഷെ പ്രിൻ്റ് എടുത്ത പാസ്പോർട്ട് സൈസിൽ ഫോട്ടോയിൽ അതില്ല, അത് കുഴപ്പം ഉണ്ടോ? പേരും ഡേറ്റും എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ആളെ തിരിച്ചറിയാനായിട്ട് ആ ഫോട്ടോ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പേരും ഡേറ്റും ഉണ്ടായിരുന്നോ, അപ്ലോഡ് ചെയ്തതിലുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഹോൾ ടിക്കറ്റിലുണ്ടോ എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല. നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു, മെയ് 5-ാം തീയതി നമ്മൾ നീറ്റ് എക്സാമിന് പോകുമ്പോൾ ഏറ്റവും കംഫർട്ടായിട്ടായിരിക്കണം ആ കുട്ടി ഇരിക്കുന്നത്. ആ കുട്ടിയുടെ കോൺസെൻട്രേഷന് ആ ഏകാഗ്രതയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് പേരും ഡേറ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോൾ ടിക്കറ്റിൽ വരുന്ന ഫോട്ടോയ്ക്കകത്തും പേരും ഡേറ്റും ഉണ്ട് ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മൾ ഒട്ടിച്ചുകൊണ്ട് പോകുന്നത് പേരും ഡേറ്റും ഇല്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാകും, ഇതവിടെ അവർ ചോദിക്കുമോ, ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോ, സൂപ്പർവൈസർ ചോദിക്കുമോ എന്ന് നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ടാകും. ആ ഭയത്തിനെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. NTA സംബന്ധിച്ചോളം പേരും ഡേറ്റും ഉണ്ടോ ഇല്ലയോ എന്നുള്ള യാതൊരു പ്രസക്തിയുമില്ല. ഒരുപക്ഷെ അവിടെ നിൽക്കുന്ന സൂപ്പർവൈസർ ചോദിച്ചേക്കാം, അതിനും യാതൊരു തടസ്സവുമില്ല, അത് പരീക്ഷയ്ക്ക് യാതൊരു തടസ്സവുമില്ല. അപ്പം നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തതിനകത്ത് പേരും ഡേറ്റും വേണമെന്നില്ല, അത് തന്നെ ഒട്ടിച്ചുകൊണ്ട് പോകാം. നമ്മൾ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് അവിടെ നിൽക്കുന്ന സൂപ്പർവൈസർ വെറുതെ ആണെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളെ അത് ബാധിക്കുമെന്നുണ്ടെങ്കിൽ പേരും ഡേറ്റും ഉള്ള ഫോട്ടോ തന്നെ ഒട്ടിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. എന്താണോ നമ്മൾ അപ്ലോഡ് ചെയ്തത് അത് തന്നെ ഒട്ടിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. പേരും ഡേറ്റിനോ കണ്ണാടി വെച്ചതിനോ വെക്കാത്തതിനോ ഒന്നും
NDAക്ക് യാതൊരു കുഴപ്പവുമില്ല. സർ, അടുത്തൊരു ചോദ്യം വന്നത് CBSEയിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലേ? +1 +2 CBSE പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം നമുക്ക് കേരള മെഡിക്കലിനാണ് സ്പോർട്സ് കോട്ടയിൽ 11 സീറ്റുകളുള്ളത്. ആ 11 സീറ്റുകൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കാണ് മാർക്ക് ലഭിക്കുന്നതും. സാധാരണ CBSE ICC കലോത്സവങ്ങൾക്കോ സ്കൂൾ കായികമേളകൾക്കോ ഈ ഒരു സ്പോർട്സ് കൗൺസിലിന് അംഗീകാരം ലഭിക്കാറില്ല. പകരം അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നടന്ന ഒരു മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പോർട്സ് കൗൺസിൽ സീറ്റ് അനുവദിക്കുന്നത്. അത് കേരളത്തിൻ്റെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഇവൻറ്റുകളാണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് കിട്ടും. അത് ഏതൊക്കെയാണെന്നുള്ളത് കേരള പ്രോസ്പെക്ടസ് വരുമ്പോൾ നമുക്കത് നോക്കി മനസ്സിലാക്കാം. നിലവിൽ സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ നടന്ന CBSE ISC കായിക മത്സരങ്ങൾ ഇതിനായിട്ട് പരിഗണിക്കാറില്ല. സർ, അടുത്ത അനൂപ് എന്ന് പറയുന്നൊരു പ്രേക്ഷകന്റെ ചോദ്യമാണ്. സർ, കേരള സിലബസ് മാർക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ഇയർ മാക്സിമം മാർക്ക് അപ്ലോഡ് തെറ്റായി രേഖപ്പെടുത്തി. അത് തിരുത്താൻ പറ്റുമോ? നമ്മളത് തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. അതൊരു ഡാറ്റാബേസ് കളക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രവേശനത്തിനെ ബാധിക്കുന്നതല്ല. എല്ലാ ഡീറ്റെയിൽസും മാർച്ച് 10 തുടങ്ങുന്ന വൺ ടൈം കറക്ഷണൽ ഫെസിലിറ്റിയിൽ തിരുത്താം. ഇത് അപ്രസക്തമായതുകൊണ്ട് തിരുത്തണമെന്നില്ല. സർ, അടുത്തൊരു ചോദ്യം. ആധാർ വെച്ചാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത്, പക്ഷെ പ്രശ്നങ്ങളൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ഈ 9-10 ദിവസങ്ങൾ, അതായത് ഈ നീറ്റിന്റെ രജിസ്ട്രേഷന്റെ ആദ്യ ദിവസങ്ങളിൽ 9-10 ദിവസങ്ങളിൽ 9-ാം 10-ാം തീയതിയും നീറ്റിന് ആധാർ വെച്ച് അപ്ലൈ ചെയ്തവരുടെ ചിലരുടെയെങ്കിലും ഡാറ്റ പോയിട്ടുണ്ട്. അതായത് ഇത് വിദേശത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ആധാർ വെച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യാമായിരുന്നു. അന്ന് ഈ 9-ാം 10-ാം തീയതി അങ്ങനെ ഒരു ലോഗിൻ ID ഇട്ടിട്ടുണ്ടായിരുന്നു. ആധാർ വെച്ച് വേണം ലോഗിൻ ചെയ്യായിരുന്നു. അങ്ങനെ പല UPയിലുള്ളവരും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരും ആധാർ മറ്റുള്ള നമ്പർ വെച്ച് വെറുതെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് നീറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ആ ലോഗിൻ അവിടെ ചുമ്മാ ഒരു നമ്പർ അടിച്ചിട്ട് ലോഗിൻ ചെയ്തു. അപ്പോൾ അത് പലരുടെയും ആധാർ പോലെ ഡേറ്റ പോയിട്ട് അവരിത് തിരുത്തി അവരുടേതായ ഡേറ്റ ആക്കി. അത് കുറച്ച് കുട്ടികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, 10-ാം തീയതി കഴിഞ്ഞ് 11-ാം തീയതി ആയപ്പോഴത്തേക്കും തന്നെ നീറ്റ് NDAക്കാരെ ഈ ആധാർ വെച്ച് ലോഗിൻ ചെയ്യുന്ന ഒഴിവാക്കി. ഇപ്പം നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് മാത്രമേ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ആധാർ വെച്ച് ചെയ്തവർ അവരൊന്ന് ലോഗിൻ ചെയ്ത് നോക്കുക തങ്ങളുടെ ഡേറ്റ തന്നെയാണോ കിടക്കുന്നതെന്ന്. തങ്ങളുടെ പേരും തങ്ങളുടെ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, യാതൊരു കുഴപ്പവുമില്ല. 1-2 പേരുടെ ഡീറ്റെയിൽസ് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്തതുകൊണ്ട് മാത്രമാണ് ആദ്യ ദിവസങ്ങളിൽ ചെയ്തവരോട് ഒന്നും കൂടെ ലോഗിൻ ചെയ്ത് നോക്കാൻ മാത്രം പറഞ്ഞത്. അത് തങ്ങളുടെ തന്നെ ഡേറ്റയാണോ എന്ന് നോക്കിയാൽ മാത്രം മതിയാകും. സർ, അടുത്തൊരു ചോദ്യം. എൻ്റെ നെയിം സ്മോൾ ലെറ്റർ ആയിപ്പോയി, എനി പ്രോബ്ലം? നീറ്റ് അപ്ലൈ ചെയ്യുമ്പം NDA ആ സോഫ്റ്റ്വെയറിനകത്ത് ചില കാര്യങ്ങൾ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനൽ സബ്മിഷൻ വരുമ്പോൾ അത് അപ്പ് ആൻഡ് ഓവർ ആയിട്ടാണ് വരുന്നത്. യാതൊരു കുഴപ്പവുമില്ല. ഇമെയിൽ ID നമ്മളെല്ലാം ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുക്കുന്നത്, അല്ലെ എല്ലാം സ്മോൾ ലെറ്ററാണ് കൊടുക്കുന്നതെങ്കിലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ടാണ് എല്ലാത്തിലും വരുന്നത്. എൻ്റെ ഇമെയിൽ ID ഞാൻ കൊടുത്തത് സ്മോൾ ലെറ്റർ ആണ്, പക്ഷേ ഫൈനൽ സബ്മിറ്റിലോട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ് വരുന്നത്. അത് ആ സോഫ്റ്റ്വെയർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് യാതൊരു തരത്തിലും കുഴപ്പമില്ല. എമർജൻസിയിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID എല്ലാം സ്മോൾ ആയിട്ടാണ് വരുന്നത്. അപ്പം അത് സോഫ്റ്റ്വെയറിൽ അവർ ചെയ്തിരിക്കുന്ന മാറ്റങ്ങളാണ്. അത് നമ്മളെ യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല. സർ, അടുത്ത് വെൻ ഐ അപ്ലോഡ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഇറ്റ് ഈസ് ഷോയിങ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി ബട്ട് ഫോട്ടോ ഈസ് നോട്ട് ഷോയിങ് ഇൻ ഫ്രം ലൈക്ക് പാസ്പോർട്ട് സൈസ് ആൻഡ് സിഗ്നേച്ചർ. ഈസ് ദെയർ ഇസ് എനി പ്രോബ്ലം? അതായത് നമ്മൾ 4 ഇമേജുകളും അപ്ലോഡ് ചെയ്തു, അതിൻ്റെ പ്രിവ്യൂവിൽ അത് കാണുന്നില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കാണണം. അത് കണ്ടു കഴിഞ്ഞിട്ട് അത് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് താഴെ നമ്മുടെ കൺഫർമേഷൻ പേജിൻ്റെ അവിടെയും അത് കാണണം. അത് ഇല്ലെങ്കിൽ അതൊന്നും കൂടെ അപ്ലോഡ് ചെയ്തിട്ട് വേണം ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് നെറ്റിനൊക്കെ അല്പം പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ സമയത്തൊരു ഡാറ്റ ബേസ് അത്രയും കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലും അത് ഡിസ്പ്ലേയിൽ വരില്ലെന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. സർ, അടുത്ത് ബിന്ദു വിജയൻ എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. സാർ, ഞാൻ SC ആണ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മാത്രം മതിയോ, ഇൻകം സർട്ടിഫിക്കറ്റ് വേണോ? നമുക്ക് നീറ്റിനും കീമിനും അപ്ലൈ ചെയ്യുമ്പോൾ SCക്ക് നമ്മുടെ തഹസീൽദാരെന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മാത്രം മതി, ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ട. സർ, അടുത്ത് ESI OBC സ്റ്റുഡൻസിൻ്റെ നീറ്റ് കട്ട് ഓഫ് എത്രയാണ്? ESI അനുസരിച്ച് OBC കാറ്റഗറിക്ക് കഴിഞ്ഞ തവണ 74,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ ഏതാണ്ട് 520 മാർക്കാണെന്ന് തോന്നുന്നു. 520 മാർക്കിന് അടുത്ത് വരെയുള്ളവർക്കാണ് ESIയിൽ അഡ്മിഷൻ പ്രവേശനം കിട്ടിയത്. ജനറൽ വിഭാഗത്തിന് 64,000 വരെയും ഏതാണ്ട് മാർക്ക് 545 വരെയും. സർ, അടുത്ത് അൻവിക S എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിനെ കുറിച്ച് പറയാമോ? അവിടെ അഡ്മിഷൻ എടുക്കാൻ ഡൊണേഷൻ കൊടുക്കേണ്ടി വരുമോ, അതോ നീറ്റ് മാർക്കിൻ്റെ ബേസിസിൽ ഫീസ് മാത്രം കൊടുത്താൽ മതിയോ? നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഓരോ സ്റ്റേറ്റുകളിലുമുണ്ട്. അതാത് സ്റ്റേറ്റുകൾ വഴിയാണ് അതിൻ്റെ അഡ്മിഷൻ. കേരളത്തിൽ 19 കോളേജുകളുള്ളതിൽ
ഈ 100% സീറ്റുകളും കേരള എൻട്രൻസ് കമ്മീഷണർ തന്നെയാണ് പ്രവേശനം നടത്തുന്നത്. ഒരു തരത്തിലും ഡൊണേഷൻ കൊടുത്തിട്ടോ നമുക്ക് റാങ്കിന് അർഹതയില്ലാതെയോ ഒരു കോളേജിലും NRI സീറ്റാണെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിലും നമുക്ക് ലഭിക്കുകയില്ല. നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്കിൽ നിന്ന് കേരള എൻട്രൻസ് കമ്മീഷനാണ് കേരളത്തിലെ 19 മെഡിക്കൽ കോളേജുകളിലെ 100% സീറ്റുകളും ഫില്ല് ചെയ്യുന്നത്. അവിടെ അവർ പറഞ്ഞിരിക്കുന്ന 7.5 ലക്ഷം രൂപയുടെ ഫീസും ബാക്കി നമ്മുടെ ചിലവുകൾ, ഹോസ്റ്റൽ ഫീസും സ്റ്റഡി മെറ്റീരിയലും എല്ലായിട്ടുള്ള ചിലവുകളും മാത്രമേ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. ക്യാപിറ്റേഷൻ ഫീന്നോ ഡൊണേഷനോ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഫീസും ഒരു കോളേജിലും മേടിക്കുന്നില്ല. കർണാടകത്തിലോ തമിഴ്നാട്ടിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ ഉള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. 10 ലക്ഷവും 13 ലക്ഷവും 20 ലക്ഷവും ഒക്കെ വാർഷിക ഫീസ് വരുന്ന മാനേജ്മെൻറ്റ് സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനും അതാത് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുകയും ചെയ്യണം. സാർ, അടുത്തൊരു പേരൻറ്റിൻ്റെ ചോദ്യമാണ്. സാർ, എൻ്റെ മക്കളുടെ ഫിംഗർ കൊടുത്തതിൽ തമ്പ് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. അവൻ ഹോസ്റ്റലിലാണ്, ഫിംഗർ എടുത്ത് വെച്ചിരുന്നു. ഇത് ക്ലിയർ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? നമ്മൾ പറഞ്ഞു, നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജുകൾ NTA വെരിഫൈ ചെയ്യുകയും അത് പോരെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത 10 ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷൻ NTA വെരിഫൈ ചെയ്യുന്നില്ല. ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമേ വെരിഫൈ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് താങ്കൾ അവിടെ എന്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നീറ്റ് ആപ്ലിക്കേഷനെ ബാധിക്കുന്നില്ല. കാരണം ഒരു മാൽ പ്രാക്ടീസ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഫിംഗർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് 10 ഫിംഗറിനകത്ത് ഏതെങ്കിലും ഒന്നിൻ്റെയെങ്കിലും ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാച്ച് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഇമേജുകളിൽ ഫിംഗറിൻ്റെ ഇമേജുകൾ NTA വെരിഫൈ ചെയ്യുകയില്ല. എന്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നീറ്റിന് സ്വീകരിക്കുകയും ചെയ്യും. If we select overseas address as permanent address, we can give only overseas mobile number. Will it be a problem later for receiving OTP, or same OTP will be sent in email also? ഉത്തരവും അതിനകത്ത് തന്നെയുണ്ട്. മൊബൈലിലും ഇമെയിലിലും ഒരേ OTP, ഒറ്റ നമ്പറാണ് വരുന്നത്. അതുകൊണ്ട് ഓവർസീസ് മൊബൈൽ വന്നില്ലെങ്കിൽ പോലും ഇമെയിലിൽ നിന്നെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. സാർ, കേരള നീറ്റ് രജിസ്ട്രേഷൻ ഡേറ്റ് എന്നാണ്? കഴിഞ്ഞ വർഷം അത് മാർച്ച് 5-ാം തീയതിയാണ് ആരംഭിച്ചത്. ഇത്തവണയും മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെയും വിളിച്ചിട്ടില്ല. നീറ്റിന് എൻട്രൻസ് എക്സാം ഉള്ളതുപോലെ തന്നെ സെൻഡാക്കിന് എക്സാം ഉണ്ടോ? കൂടാതെ +2 ശേഷം ബെർലിനിൻ്റെ ക്രാഷ് കോഴ്സ് എന്നാണ് തുടങ്ങുന്നത്? നമുക്ക് സെൻഡാക്ക് എന്ന് പറഞ്ഞത് പോണ്ടിച്ചേരിയിലെ മെഡിക്കൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കീ മാർക്കുള്ളതാണ് കേരള എൻട്രൻസ് കമ്മീഷണറുടെ. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ കേരളൈറ്റ്സ് ആയിട്ടുള്ളവർക്ക്, KEA കർണാടക എൻട്രൻസ് അതോറിറ്റി ഉള്ളത് കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക്, TN മെഡിക്കൽ സെലക്ഷൻ തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് എന്ന് പറഞ്ഞ പോലെ പോണ്ടിച്ചേരിയിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് സെൻഡാക്കിൻ്റെ വെബ്സൈറ്റ്. അതിന് അവർ പ്രത്യേകിച്ച് പരീക്ഷയൊന്നുമില്ല. നീറ്റ് എക്സാം എഴുതിയിട്ട് ആ നീറ്റിൻ്റെ റിസൾട്ട് സെൻഡാക്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പോണ്ടിച്ചേരിയിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് അവിടുത്തെ സ്റ്റേറ്റ് കോട്ട കിട്ടുവാൻ വേണ്ടിയിട്ട്. സാർ, +2 കേരള സിലബസിന് പകരം CBSE IP +1 കേരള സിലബസ് തന്നെയാണ് കൊടുത്തത്. തിരുത്തണോ? അത് അപ്രസക്തമായൊരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഡാറ്റാബേസ് കളക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അത് വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ തിരുത്തേണ്ട ആവശ്യം തൽക്കാലമില്ല. സാർ, BAMS, BPharm എന്നിവയ്ക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫിഷർമാൻ കുട്ടികൾക്ക് ട്യൂഷൻ ഫീ വേണോ? നമുക്ക് രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് കോളേജിൽ പ്രവേശനം നേടിയാലും ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. സാർ, അടുത്തൊരു ചോദ്യം. സാർ, നോൺ ക്രിമിലിയർ വരുമാന പരിധി എത്രയാണ്? OBC NCL ആണ്, മുസ്ലിമാണ്. നീറ്റ് ആപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് ഇൻകം പരിധി 50,000 1 ലക്ഷമാണ് സെലക്ട് ചെയ്തത്. ഇൻകം സർട്ടിഫിക്കറ്റ് ഇതിനേക്കാൾ കൂടുതലാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കും. ഇനി അപ്ലൈ ചെയ്ത് തിരുത്താൻ പറ്റുമോ? നമുക്ക് ഇതിനകത്തൊരു ഡാറ്റാബേസ് ചോദിച്ചിട്ടുണ്ട്, പേരൻസിൻ്റെ ഫാമിലി ഇൻകം എത്രയാണെന്നുള്ളത്. അത് ഒരു റേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഏതൊക്കെ ഇന്ത്യയിലുള്ള ഈ 25 ലക്ഷം കുട്ടികൾ ഏതൊക്കെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത് നമ്മുടെ അഡ്മിഷനുമായിട്ട് ബാധിക്കുന്ന കാര്യമല്ല. തഹസീൽദാർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ OBC NCL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ OBC റിസർവേഷൻ കിട്ടും. 8 ലക്ഷമാണ് വരുമാന പരിധി. ആ 8 ലക്ഷം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ സോഴ്സിൽ കൂടെയുള്ള ഇൻകം അല്ല. ഒരു സാമ്പത്തിക വർഷം നമ്മളുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 8 ലക്ഷം രൂപയാണ് സ്വരൂപിക്കുന്നത് ഇൻകമായിട്ട്. നമുക്ക് മൊത്തം എമൗണ്ട് നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന എമൗണ്ടാണ് 8 ലക്ഷം എന്നുള്ളതാണ് പരിധി. അതായത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ്, അതൊരു സ്റ്റാറ്റസാണ്. ഇൻകത്തിനെ മാത്രം ബേസ് ചെയ്തല്ല. ചിലപ്പോൾ 12 ലക്ഷം 15 ലക്ഷം ഉള്ളവരും NCL പരിധിയിൽ വരും. അപ്പം നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ലക്ഷം രൂപ സ്വരൂപിക്കുന്നുണ്ടെന്നുള്ളതാണ് ബാറായിട്ട് കണക്ക് കിട്ടുന്നത്. അത് 8 ലക്ഷമാണ്. ഇംപ്രൂവ് മാർക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല. അതായത് നീറ്റ് സംബന്ധിച്ച് നമുക്ക് ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്കിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് 50% മാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത്. ആ 50% മാർക്ക് കാണിക്കുന്നത് ഒറ്റ മാർക്ക് ലിസ്റ്റിൽ ഏത് മാർക്കൊക്കെ ഉണ്ടോ. ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിലർ ഒറ്റ മാർക്ക് ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് കാണിക്കാം.
ഇമ്പ്രൂവ്മെൻറ്റിന് സെപ്പറേറ്റ് മാർക്ക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് യഥാർത്ഥത്തിൽ കാണിക്കേണ്ടതില്ല. 50% മാർക്ക് ഉണ്ടെങ്കിൽ ആദ്യത്തേത് തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. സർ, ഞാനൊരു റിപ്പീറ്ററാണ്. എനിക്ക് ലാസ്റ്റ് 2 ഇയർ OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. ബട്ട് ദിസ് ഇയർ വില്ലേജ് ഓഫീസർ ഇൻകം എക്സീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് തന്നില്ല. സോ ദിസ് ഇയർ ഞാൻ ജനറൽ ആയിട്ടാണോ എക്സാമിനെ പരിഗണിക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് NDAയുടെ ഇതിനകത്ത് നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യും, NCL എന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളൂ. പക്ഷേ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനറൽ എന്നാണ് വെക്കേണ്ടത്. ഇതിനു മുമ്പ് എന്താണെന്നുള്ള ഡാറ്റാബേസ് പരിശോധിക്കുന്നതേ ഇല്ല. ജനറൽ എന്ന് വെച്ച് മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. സർ, ഐ കംപ്ലീറ്റഡ് +2 ആൻഡ് അപ്ലൈഡ് NEET 2024. ക്യാൻ ഐ എഡിറ്റ് +1 ഡീറ്റെയിൽസ് ഇൻ ദ ആപ്ലിക്കേഷൻ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ചെയ്യുകയും മാർക്ക് എൻട്രി ചെയ്യുകയും ചെയ്യാം. പക്ഷേ അത് അപ്രസക്തമായതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സർ, അടുത്തൊരു ചോദ്യം. സാർ, ഞാൻ LC ആണ്, NCL കിട്ടിയിട്ടുണ്ട്. MBBSന് കീം അപ്ലൈ ചെയ്യുമ്പോൾ XTN മൈനോറിറ്റി കിട്ടുവാൻ ഇനി വേറെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? നമുക്ക് ലാറ്റിൻ കാത്തലിക്സിന് നമുക്കറിയാം OBC ആയിട്ട് പരിഗണിക്കുന്നതിന് വില്ലേജ് ഓഫീസ് എന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കേരള മെഡിക്കലിന് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ജനറലായിട്ടും OBC ആയിട്ടും മൈനോറിറ്റി ആയിട്ടും ഈ ഒരു ഒറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ നമ്മളെ പരിഗണിക്കും. പ്രത്യേകിച്ച് കാസ്റ്റ് സർട്ടിഫിക്കറ്റോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ കീമിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. നോൺ ക്രിമിലെയർ മാത്രം മതിയാകും. സർ, അടുത്തൊരു ചോദ്യം. നീറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് സേവ് ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സംതിങ് വെൻ റോങ് എന്നാണ് കാണിക്കുന്നത്. ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം? നമുക്ക് 10ാം ക്ലാസ്സിൻ്റെയും 11ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും സ്കൂളിൻ്റെ അഡ്രസ്സ് അനുവദനീയമായതിലും കൂടുതൽ ലെറ്റർ ടൈപ്പ് ചെയ്തവർക്കാണ് സംതിങ് വെൻ റോങ് എന്ന് വരുന്നത്. നിങ്ങൾ സ്കൂളിൻ്റെ അഡ്രസ്സ് വെക്കുമ്പോൾ ഏറ്റവും മിനിമം ക്യാരക്ടർ ഉപയോഗിച്ചാൽ അങ്ങനെ വരികയില്ല. സർ, അടുത്തൊരു ചോദ്യം. ഹൗ വിൽ യു പ്രൂവ് ദ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്? വാട്ട് വിൽ ബി ദ കട്ട് ഓഫ് ഫോർ MBBS NRI seat in Kerala 2024? What will be the fee and hostel fee for NRI certificate in Kerala full fee for 5 years? നമുക്ക് കേരളത്തിൽ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണുള്ളത്. അതിൽ 15% സീറ്റുകളാണ് NRI ആയിട്ട് മാറ്റിയിരിക്കുന്നത്. 21 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അതിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികൾക്കും 33,000 കേരള മെഡിക്കൽ റാങ്ക് വരെ, അതായത് 200 മാർക്ക് കിട്ടിയ ആളാണെങ്കിലും NRI സീറ്റ് ഏതെങ്കിലും ഒരു കോളേജിൽ ലഭിച്ചിട്ടുണ്ട്. സർ, അടുത്തൊരു ചോദ്യം. ഈസ് ആധാർ മാൻഡേറ്ററി ഫോർ നീറ്റ് രജിസ്ട്രേഷൻ ഓർ പാസ്പോർട്ട് ഈസ് ഇനഫ്? നമുക്ക് കുട്ടിയുടേതായിട്ടുള്ള ആധാറോ പാസ്പോർട്ടോ പാൻ കാർഡോ നീറ്റ് രജിസ്ട്രേഷൻ ഉപയോഗിക്കാം. ആധാർ വേണമെന്ന് നിർബന്ധമില്ല. സർ, അടുത്തൊരു ചോദ്യം. 2023 എടുത്ത നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് പറ്റുമോ? 2023 അവസാനം ഡിസംബറിലോ നവംബറിലോ ഒക്കെ എടുത്താണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. ആ സർട്ടിഫിക്കറ്റ് എടുത്ത ഡേറ്റ് മുതൽ 1 വർഷമാണ് നോൺ ക്രിമിലെയറിൻ്റെ വാലിഡിറ്റി. സർ, അടുത്തൊരു ചോദ്യം. സാർ, ഞാൻ വീരശൈവ OBC ബാക്ക്വേർഡ് ഹിന്ദു ആണ്. ബട്ട് ഫാമിലി ഇൻകം 8 lakh എബോവ്. അപ്പോൾ എനിക്ക് നോൺ ക്രിമിലെയർ കിട്ടുമോ? നോൺ ക്രിമിലെയർ കിട്ടുന്നതിന് വരുമാനം മാത്രമല്ല, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണോ എന്ന് പരിശോധിച്ചിട്ടാണ് തരുന്നത്. എൻ്റെ അറിവിൽപ്പെട്ടിട്ടാണ് താങ്കൾക്ക് തീർച്ചയായിട്ടും OBC NCL പരിഗണിക്കും. പക്ഷേ ആ 8 ലക്ഷം ആയതുകൊണ്ട് താങ്കൾക്ക് OEC എന്നുള്ള റിസർവേഷൻ ലഭിക്കുകയില്ല. സർ, അടുത്തൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. ആധാർ അമ്മയുടെ ഫോൺ നമ്പർ ആയിട്ടാണ് ലിങ്ക് ഉള്ളത്. ബട്ട് ഞാൻ എൻ്റെ നമ്പറാണ് നീറ്റിന് അപ്ലൈ ചെയ്തത്. അതിന് കുഴപ്പമുണ്ടോ? ലിങ്ക് ആയിട്ടുള്ള നമ്പർ അല്ലേ വേണ്ടത്? ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ആധാർ ആദ്യം കൊടുക്കുകയും ആധാറിൻ്റെ ആ നമ്പറിലോട്ടൊരു OTP വരികയും ചെയ്യുമ്പോൾ ആ മൊബൈൽ നമ്പർ തന്നെ വീണ്ടും ഉപയോഗിക്കണം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയില്ല. ഇത് ആധാർ OTPക്ക് വേണ്ടിയിട്ട് മാത്രം ആദ്യത്തെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാൽ മതി. രണ്ടാമത് നമ്മുടെ OTP വരേണ്ട ഇമെയിൽ ID മൊബൈൽ നമ്പർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല. അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നൊന്നുമില്ല. ആദ്യത്തെ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറാൻ വേണ്ടി മാത്രം ആധാറും ആ മൊബൈലും ഉപയോഗിച്ചാൽ മതിയാകും. സർ, അടുത്തൊരു ചോദ്യം. ബർത്ത് സർട്ടിഫിക്കറ്റ് പേരൻസിൻ്റെ നെയിം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അക്ഷയ വഴി അപ്ലൈ ചെയ്ത വില്ലേജ് ഓഫീസ് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മതിയാകുമോ കീമിന് അപ്ലൈ ചെയ്യാൻ? കേരളത്തിലാണ് കുട്ടി ജനിച്ചതെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ധാരാളം മതിയാകും. സർ, അടുത്തൊരു ചോദ്യം. ഫാം ഡി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? കേരളത്തിൽ കോളേജ് ഉണ്ടോ? ഫാം ഡി എൻട്രൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലും ഫാം ഡി കോഴ്സുണ്ട്. +2 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി മാനേജ്മെൻറ്റ് സീറ്റുകളായിട്ടാണ് എടുക്കുന്നത്. ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളിൽ LBS വഴി +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും സ്വകാര്യ ആശുപത്രികളിൽ അതാത് കോളേജുകൾ നേരിട്ടുമാണ് പ്രവേശനം എടുക്കുന്നത്. എല്ലാ കോളേജുകളിലും ഫാം ഡി കോഴ്സിന് പ്രവേശനം കേരളത്തിലുണ്ട്. സർ, അടുത്തത് സ്കൂൾ റെസിഡൻറ്റ് അർബൻ ആണ് റൂറലിലും പകരം ചെയ്തത്. പ്രോബ്ലം ഉണ്ടാകുമോ?
നമ്മൾ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ 25 ലക്ഷം കുട്ടികൾ അർബൻ മേഖലയിൽ നിന്നാണോ റൂറൽ മേഖലയിൽ നിന്നാണോ കൂടുതൽ കുട്ടികൾ അപേക്ഷിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമുള്ളൊരു ചോദ്യമാണ്. അത് തിരുത്തേണ്ട ആവശ്യമില്ല. സർ, അടുത്തൊരു ചോദ്യം. നീറ്റ് ആപ്ലിക്കേഷൻ ചെയ്തതിൽ മാർച്ച് 10 കഴിഞ്ഞ് എന്തെങ്കിലും തെറ്റ് തിരുത്തുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ വീണ്ടും മാറുമോ സാർ? കീം അപ്ലൈ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ EWS ഫോർമാറ്റ് എടുത്ത് വില്ലേജിൽ കൊണ്ടുപോയി ഫില്ല് ചെയ്തത് മതിയോ ഈ വർഷം? നമുക്ക് വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും ആപ്ലിക്കേഷൻ നമ്പർ മാറുകയില്ല. എന്നാൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ പുതിയ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. പിന്നെ EWS സർട്ടിഫിക്കറ്റിന് നാളെ ഇതുവരെ ഒറ്റ ഫോർമാറ്റേ ഉള്ളൂ. അതുകൊണ്ട് താങ്കൾക്ക് ഓൾറെഡി ഉള്ള EWS സർട്ടിഫിക്കറ്റ് എടുത്ത് പൂരിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. സർ, അടുത്തൊരു ചോദ്യം. BHSC അഗ്രികൾച്ചർ സ്റ്റുഡൻ്റ് ആണ്. ഏത് സർട്ടിഫിക്കറ്റാണ് BSc അഗ്രികൾച്ചറിന് വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ടത്? നമുക്ക് +2 വിഷയങ്ങളിൽ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെന്നുള്ള സ്ഥലത്ത് സ്റ്റഡി സർട്ടിഫിക്കറ്റിൻ്റെ അവിടെയാണ് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. സർ, അടുത്തൊരു ചോദ്യം. BSc അഗ്രികൾച്ചർ കേരളത്തിൽ കിട്ടാൻ CUET മസ്റ്റാണോ? നീറ്റിൻ്റെ മാർക്ക് മതിയാവുമോ? നമുക്ക് 4 അഗ്രികൾച്ചർ കോളേജാണ് തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കേരളത്തിലുള്ളത്. ഇതിൽ 85% സീറ്റും നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്കിൽ നിന്നും 15% സീറ്റുകൾ CUETയിലെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റാങ്കിൽ നിന്നുമാണ് പ്രവേശനം നടക്കുന്നത്. അപ്പോൾ CUET എഴുതി കഴിഞ്ഞാലും കേരളത്തിലെ 15% സീറ്റുകൾക്ക് നമുക്ക് അർഹതയുണ്ടായിരിക്കും. സർ, അടുത്തൊരു ചോദ്യം. സാർ, EWS അടുക്കുന്നത് കീം പെർഫോമ വന്നിട്ട് മതിയോ? ധാരാളം മതിയാകും. അതാണ് നല്ല രീതി. ഈ വർഷത്തെ പുതിയതായിട്ടുള്ള ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെർഫോമ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. സാർ, അടുത്തൊരു ചോദ്യം. കേരളത്തിൽ തഹസിൽദാറിൽ നിന്ന് കിട്ടിയ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതിയോ? എല്ലാവർക്കും അതൊരു സംശയമാണ്. കാരണം വില്ലേജ് ഓഫീസറേക്കായാലും സുപ്പീരിയർ ആണല്ലോ തഹസീൽദാർ. അപ്പോൾ കീമിന് അപ്ലൈ ചെയ്യുമ്പം തഹസീൽദാർ എന്നുള്ള നോൺ ക്രിമിനൽ വെച്ചാൽ പോരെന്ന് എല്ലാവരും ചെയ്യുകയും ചെയ്യും. പക്ഷെ റിജക്റ്റ് ആവും. നിർബന്ധമായും കീമിന് കേരള മെഡിക്കലിനോ കേരള എഞ്ചിനീയറിങ്ങിനോ അപ്ലൈ ചെയ്യുമ്പം വില്ലേജ് ഓഫീസർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സർ, അടുത്തൊരു ചോദ്യം. സർ, ടൈം വിൽ ബി ഗിവൺ ഫോർ NRI സീറ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ് സിൻസ് ഇറ്റ് ഷുഡ് ബി ഫ്രം എംബസി. നമുക്ക് NRI സീറ്റിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സമയം കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 രീതിയിലുള്ള NRI സീറ്റുകളാണുള്ളത്. ഒന്ന് ഡീംഡ് മെഡിക്കൽ കോളേജുകൾക്ക്. ഇപ്പോൾ നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വെക്കുന്നു. നമുക്ക് മെയ് 5-ാം തീയതി നമ്മുടെ പരീക്ഷയുടെ മാർക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് അമൃതയിലോ മണിപ്പാലിലോ എനപ്പോയിലോ നെറ്റിയിലോ ഒക്കെ ഒരു NRI സീറ്റാണ് വേണ്ടതെങ്കിൽ MCC രജിസ്ട്രേഷൻ്റെ ഒരാഴ്ച മുമ്പാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകൾ ഇമെയിൽ ചെയ്യേണ്ടത്. ഉദാഹരണത്തിൽ ജൂൺ 14-ാം തീയതി നീറ്റ് റിസൾട്ട് വരുന്നു. ജൂലൈ 10-ാം തീയതി രജിസ്ട്രേഷൻ തുടങ്ങുകയാണെന്നിരിക്കട്ടെ. ജൂലൈ 8-ാം തീയതി, അതായത് രജിസ്ട്രേഷന് 2 ദിവസം മുമ്പാണ് NRIയുടെ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട്, വിസ, എംബസി സർട്ടിഫിക്കറ്റ്, അഫിഡേവിറ്റ്, ബന്ധം കാണിക്കുന്ന രേഖ എന്നിവ നമ്മൾ ഇമെയിൽ ചെയ്യുകയും നമ്മുടെ സ്റ്റാറ്റസ് NRIയിലോട്ട് മാറ്റുകയും ചെയ്യേണ്ടത്. അത് ഡീംഡിന് NRI കിട്ടാൻ. എന്നാൽ കേരളത്തിൽ 19 സ്വകാര്യ മെഡിക്കൽ കോളേജ്, ഗോകുലവും സോമർവെല്ലും മൗണ്ട് സിയോണും അല്ലസറും അസീസയും ജൂബിലിയും അമലയും കോലഞ്ചേരിയും പുഷ്പഗിരി ശ്രീനാരായണ പോലുള്ള കോളേജിൽ 21 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് NRI സീറ്റ് കിട്ടണമെങ്കിൽ കേരളയ്ക്ക് ആപ്ലിക്കേഷൻ വിളിക്കുന്ന മാർച്ച് ആദ്യത്തെ ആഴ്ച മുതൽ ഏപ്രിൽ ആദ്യത്തെ ആഴ്ച വരെ ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിർബന്ധമായും എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ NRI സീറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓൾ ഇന്ത്യ തലത്തിൽ ഡീംഡിന് പിന്നെയാണെങ്കിലും അവസരമുണ്ട്. പക്ഷേ കേരളത്തിൽ നിർബന്ധമായിട്ടും ഏപ്രിൽ മാസത്തിന് മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായി വരും. സർ, അടുത്തൊരു ചോദ്യം. ഞാൻ കാറ്റഗറി ജനറലാണ് വെച്ചത്. ഞാൻ മുസ്ലിമാണ്. എനിക്ക് അത് OBC ആക്കണം. എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമുക്ക് മാർച്ച് 10-ാം തീയതി വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിലൂടെ നമുക്ക് OBC NCയിലോട്ട് മാറ്റാം. എന്നാൽ MCC രജിസ്ട്രേഷൻ ജൂൺ 14-ന് ശേഷം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം MCC രജിസ്ട്രേഷൻ സമയത്ത് ഒരു കാരണവശാലും OBCയിലോട്ട് മാറ്റാൻ കാറ്റഗറി ചേഞ്ച് അനുവദനീയമല്ല. സർ, അടുത്തൊരു ചോദ്യം. സ്റ്റുഡൻസ് മദർ സ്റ്റഡീഡ് ഫ്രം 1 to പ്രീ ഡിഗ്രി അറ്റ് കേരള. ഫ്രം വെയർ ഷുഡ് ഐ ടേക്ക് ദ ഒറിജിൻ സർട്ടിഫിക്കറ്റ്? നമുക്ക് കേരളത്തിൽ 1 മുതൽ 12 വരെ കാൻഡിഡേറ്റിൻ്റെ അമ്മ പഠിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ആ സ്റ്റഡി സർട്ടിഫിക്കറ്റോ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റോ ഒക്കെ നമുക്ക് വേണോ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമേ കേരളത്തിലില്ല. കേരളത്തിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ അച്ഛൻ, അമ്മ, കുട്ടി ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിക്കണം. ഇല്ലെങ്കിൽ കാൻഡിഡേറ്റ് 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിക്കണം. കാൻഡിഡേറ്റിൻ്റെ പേരൻസ് എവിടെ പഠിച്ചു എന്നുള്ളതിന് സീറ്റിന് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ ഒരു അഡ്മിഷനും കിട്ടുകയില്ല. അങ്ങനെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണ്ടതാനും.
സർ, അടുത്തൊരു ചോദ്യം, ലാസ്റ്റ് ഇയർ എടുത്ത മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ? തീർച്ചയായിട്ടും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും മൈനോറിറ്റി സർട്ടിഫിക്കറ്റും കഴിഞ്ഞ വർഷം എടുത്താണെങ്കിലും ധാരാളം മതിയാകും. സർ, അടുത്തൊരു ചോദ്യം, ഞങ്ങൾ UAE-യിലാണ്, മകൻ ജനിച്ചതും UAE-യിലാണ്. അപ്പോൾ മകന്റെ പേരിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അത് എടുക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊടുക്കേണ്ടത്? അക്ഷയ സെൻറ്റർ വഴി ഓൺലൈനായിട്ടാണ് നമുക്ക് തഹസീൽദാരുടേതും വില്ലേജ് ഓഫീസറുടെയും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടത്. അപ്പോൾ നമ്മൾ വിദേശത്തായതുകൊണ്ട് അവർ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കും. ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുള്ളതിൻ്റെ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് ചോദിക്കും. NRIയുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് 3 വർഷത്തെ ചോദിക്കും. നമ്മൾ ഇവിടെ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നമ്മൾ ഏത് തരത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളതിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടായിരിക്കും നോൺ ക്രിമിനൽ തരുന്നത്. അക്ഷയ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവർ കൺവിൻസ് ആകാനായിട്ട് വില്ലേജ് ഓഫീസറും തഹസീൽദാരും എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്താലാണോ കൺവിൻസ് ആകുന്നത് അത്രയധികം രേഖകൾ കൊടുക്കേണ്ടതായി വരും. പക്ഷേ വിദേശത്താണെന്ന് വിചാരിച്ചുകൊണ്ട് നോൺ ക്രിമിനൽ കിട്ടായികയില്ല. സർ, അടുത്തൊരു ചോദ്യം, ESC-IP സർട്ടിഫിക്കറ്റ് കിട്ടാൻ സൈറ്റ് അഡ്രസ് ഏതാണ്? esic.nic.in. സർ, അടുത്തൊരു ചോദ്യം, സർ ഞങ്ങൾ UAE ആണ്, കാറ്റഗറി OBC ആണ്, ജാതി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ UAE-യിൽ ഇരുന്ന് എങ്ങനെ അപ്ലൈ ചെയ്യണം? അവിടെ ഇരുന്നുകൊണ്ട് അപ്ലൈ ചെയ്യാനാവില്ല. ഒരാപ്ലിക്കേഷനെങ്കിലും ഇവിടെ ഗ്രാൻഡ് പേരൻസോ സിബ്ലിങ്സോ ആരെങ്കിലും നമ്മുടെ കേരളത്തിലെ പെർമനൻ്റ് അഡ്രസ്സ് എവിടെയാണുള്ള അവിടുത്തെ അക്ഷയ സെൻറ്റർ വഴി നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അത് അനുവദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. സർ, ക്യാൻ എ കേരളൈറ്റ് ഹു ഈസ് റിസൈഡിംഗ് ഇൻ കർണാടക ആൻഡ് ഹാസ് EWS ഇൻ കർണാടക ബി എലിജിബിൾ ഫോർ കീം EWS റിസർവേഷൻ? ഇല്ല. കേരളത്തിലുള്ള പെർമനൻ്റ് അഡ്രസ്സിലുള്ള OBCയും EWS സർട്ടിഫിക്കറ്റ് മാത്രമേ കേരള എൻട്രൻസ് കമ്മീഷൻ പരിഗണിക്കുകയുള്ളൂ. കേരള മെഡിക്കലിന് കേരളത്തിൽ നിന്നുള്ള വില്ലേജ് ഓഫീസറുടെ EWS സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. സർ, ഈസ് KN കാറ്റഗറി റിക്വയർഡ് സാലറി സർട്ടിഫിക്കറ്റ് ഫോർ കീം? നോ. Sir, please provide more information about the child who is not born in Kerala doesn't need to upload nativity certificate. I already collected the nativity certificate for my child who born abroad and studying in abroad also. ഏറ്റവും അധികം കൂടുതൽ ഈ നമ്മുടെ കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷന് മെമ്മോ വരുന്നൊരു വിഭാഗമാണ്. കുട്ടി വിദേശത്ത് ജനിക്കുകയും ഇവിടുത്തെ അക്ഷയ സെൻറ്ററിൽ നിന്നുള്ള ഓൺലൈനായിട്ടുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അക്ഷയയിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അച്ഛൻ, അമ്മ, കുട്ടി ഇവരിൽ ആരാണോ കേരളത്തിൽ ജനിച്ചു എന്നുള്ള കേരളത്തിലെ ബർത്ത് പ്ലേസ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റിനാണ് നേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി കേരളത്തിൽ ജനിക്കാതെ എങ്ങനെ നമുക്ക് നേറ്റിവിറ്റി കാണിക്കാനാവും? അതുകൊണ്ട് കുട്ടി കേരളത്തിലല്ല ജനിച്ചിട്ടുള്ളതെങ്കിൽ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചിട്ടുള്ളതെന്നുള്ള പ്രൂഫാണ് കാണിക്കേണ്ടത്. ആധാർ അപ്ഡേറ്റ് ആയി കിട്ടിയില്ല, അതുകൊണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, പാസ്പോർട്ടും പാൻ കാർഡും ഇല്ല, രജിസ്റ്റർ ചെയ്യാൻ എന്താണ് മാർഗം? നമ്മൾ NDA അതോറിറ്റീസുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഇതുവരെയും നമുക്ക് മറ്റൊരു ഓപ്ഷൻ നൽകിയിട്ടില്ല. അതായത് അവർ പറഞ്ഞിരിക്കുന്ന ഉദയയുടെ ഡേറ്റ, ആധാറിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓർഡറാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് ആധാർ അപ്ഡേറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഈ മൊബൈൽ നമ്പർ മാത്രം ലിങ്ക് ചെയ്യണമെങ്കിൽ 10 മണിക്കൂറിനുള്ളിൽ തന്നെ മൊബൈൽ ലിങ്കായി വരുന്നുണ്ട്. അപ്പം ആധാർ എത്രയും പെട്ടെന്ന് നിങ്ങൾ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുകയും രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് കടക്കുകയും ചെയ്യേണ്ടതാണ്. സർ, അടുത്തൊരു ചോദ്യം, മൈ സൺ ബോൺ ഇൻ കുവൈറ്റ്, നൗ ഹി സ്റ്റഡിങ് ഇൻ കേരള ഫ്രം 6th standard to +2. ഡിഡ് ഹി നീഡ് നേറ്റീവ് സർട്ടിഫിക്കറ്റ്? ഹിസ് പേരൻസ് ആർ ബോൺ ഇൻ കേരള ഓൾസോ, വെയിറ്റിംഗ് ഫോർ ദ റിപ്ലൈ. നമുക്ക് കാൻഡിഡേറ്റ് വിദേശത്താണ് ജനിച്ചത്, പക്ഷേ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചെങ്കിൽ അതാണ് വേണ്ടത്. ഇവിടെ നമ്മൾ കേരളത്തിൽ കുട്ടി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് പ്രസക്തിയില്ല. അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചെന്നുള്ളതിന് അവരുടെ പാസ്പോർട്ടും കുട്ടിയുടെ 10th കൂടെ ഒരുമിച്ച് വെക്കുകയാണ് വേണ്ടത്. പാസ്പോർട്ട് വെച്ച് അപ്ലൈ ചെയ്താൽ കുഴപ്പമുണ്ടോ? നീറ്റ് 2024 രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ടും വാലിഡ് ID പ്രൂഫായിട്ടും പാസ്പോർട്ട് ഉപയോഗിക്കാം. രജിസ്ട്രേഷൻ സമയത്ത് പാസ്പോർട്ട് എക്സ്പയർ ആണെങ്കിൽ പോലും അത് നമുക്ക് യൂണിക് ID ആയിട്ട് ഉപയോഗിക്കാം. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, പാസ്പോർട്ട്, NRI സർട്ടിഫിക്കറ്റ്, affidavit, visa for getting an MBBS seat in self-financing colleges in Kerala. Please explain in details. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ NRI സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കേരള മെഡിക്കൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആരാണോ സ്പോൺസർ ചെയ്യുന്നത്, അച്ഛനോ അമ്മയോ ആണ് സ്പോൺസർ ചെയ്യുന്നത്. അതായത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ വിദേശത്താണെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് സ്പോൺസർ ചെയ്യാം. അച്ഛൻ്റെയോ അമ്മയുടെയോ ആരെങ്കിലും ഒരാളുടെ മതി. പാസ്പോർട്ട്, വിസ, NRI സർട്ടിഫിക്കറ്റ്, അഫിഡേവിറ്റ്, ബന്ധം കാണിക്കുന്നതിന് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് കുട്ടിയുടെ. ഇനി അച്ഛനോ അമ്മയോ അല്ല നമ്മളെ സ്പോൺസറെങ്കിൽ നമ്മളുടെ രക്തബന്ധത്തിലുള്ള അച്ഛൻ വഴിയോ അമ്മ വഴിയോ നേരിട്ട് രക്തബന്ധത്തിലുള്ള ഫസ്റ്റ് കസിനോ സെക്കൻഡ് കസിനോ നമ്മളെ സ്പോൺസർ ചെയ്യാം. അവരുടെ പാസ്പോർട്ട്, വിസ, NRI സർട്ടിഫിക്കറ്റ്, അഫിഡേവിറ്റ്, കേരളത്തിലെ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ബന്ധം കാണിക്കുന്ന രേഖയും.
സർ, കർണാടക MBBS ആപ്ലിക്കേഷൻ കഴിഞ്ഞു, എക്സ്റ്റെൻഡ് ചെയ്യുമോ? 26-ാം തീയതി കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ ആപ്ലിക്കേഷൻ അവസാനിച്ചു. കർണാടകത്തിലെ ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളിലാണ് താങ്കൾക്ക് അഡ്മിഷൻ വേണ്ടതെങ്കിൽ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം MCC മെഡിക്കൽ കൗൺസിലിംഗ് വഴി അപേക്ഷിക്കാം. സെൻറ് ജോൺസ്, ഫാദർ മുള്ളർ ഉൾപ്പെടുന്ന 11 ലക്ഷം രൂപയുടെ MBBSന്റെ ആപ്ലിക്കേഷനാണ് KEA 26-ാം തീയതി അവസാനിപ്പിച്ചത്. സർ, NRI സീറ്റ് ഇൻ കേരള ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഇടാമോ? തീർച്ചയായിട്ടും. അതായത് കേരള മെഡിക്കലിന് അടുത്ത ആഴ്ച ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായ വീഡിയോ നിങ്ങൾക്കുണ്ടാവും. സാർ, എഞ്ചിനീയറിംഗ് എക്സാം ഡേറ്റ് വന്നായിരുന്നു? കേരള എഞ്ചിനീയറിംഗിൻ്റെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. മാർച്ച് 5 ഏറ്റവും അടുത്ത് തന്നെ 5, 6, 7 ഈ തീയതികളിൽ കേരള നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഡേറ്റ് വന്നിട്ടില്ല. ഡിജിറ്റൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയോ? നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയാകും. ഹൗ ക്യാൻ വി റീചെക്ക് ദ ഡേറ്റ? ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്നാണല്ലോ കാണാൻ പറ്റുന്നത്. നെയിം സീൻ ഈസ് കറക്റ്റ്. ഈസ് ദാറ്റ് ഓക്കെ? തീർച്ചയായിട്ടും. നമുക്ക് വീണ്ടും രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺഫർമേഷൻ പേജ് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്താം. സാർ, കീം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ OBC നോൺ ക്രിമിലിയർ വെച്ചാൽ മതിയോ? കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണമോ? കീം അപ്ലൈ ചെയ്യുമ്പം OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മതിയോ, OBC ആയിട്ടും മൈനോറിറ്റി കൊടുക്കാമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ലാറ്റിൻ കാത്തലിക്സ് വിഭാഗമാണെങ്കിൽ നോൺ ക്രിമിനൽ മാത്രം കൊടുത്താൽ OBC ആയിട്ടും മൈനോറിറ്റി ആയിട്ടും പരിഗണിക്കും. മുസ്ലിം വിഭാഗങ്ങൾ നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്താൽ ജനറൽ ആയിട്ടും OBC ആയിട്ടും മൈനോറിറ്റി ആയിട്ടും പരിഗണിക്കും. നോൺ ക്രിമിനൽ കിട്ടാത്ത മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മൈനോറിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. സാർ, നീറ്റ് ആപ്ലിക്കേഷനിൽ +2 ക്വാളിഫൈഡ് ഡിസ്ട്രിക്റ്റ് കൊടുത്തത് തെറ്റി. കറക്ഷൻ ടൈമിൽ ചേഞ്ച് ചെയ്യാമോ സാർ? തീർച്ചയായിട്ടും. എല്ലാ ഡീറ്റെയിൽസും ആദ്യം തുടങ്ങുന്ന പേര് മുതൽ അവസാനത്തെ ഇമേജ് വരെയുള്ള മുഴുവൻ ഡേറ്റകളും നീറ്റ് 2024 വൺ ടൈം കറക്ഷണൽ ഫെസിലിറ്റിയിൽ തിരുത്താം. എന്നാൽ ഇത് അപ്രസക്തമായതുകൊണ്ടും ഒരു വൺ ടൈം ഫെസിലിറ്റി മാത്രമാണ്. അവിടെ നമുക്ക് വേറൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ അവസരമില്ല. അതുകൊണ്ട് ഇത് അപ്രസക്തമായതുകൊണ്ട് തിരുത്താതിരിക്കുന്നതാണ് നല്ലത്. സാർ, എൻ്റെ SSLC സർട്ടിഫിക്കറ്റിൽ കാറ്റഗറി OEC ആണ്. അതിനുശേഷം ഇപ്പോൾ SC സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. അപ്പോൾ കാറ്റഗറി കൊടുക്കുമ്പോൾ ഏത് കാറ്റഗറിയാണ് വെക്കേണ്ടത്? ഇപ്പം നമുക്ക് തഹസീൽദാർ എന്നുള്ള SC സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് കാറ്റഗറി SC തന്നെയാണ് വെക്കേണ്ടത്. ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് MCCയുടെ സൈറ്റിൽ ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, ESI അങ്ങനെയുള്ളതിനൊക്കെ ഈ നമ്മുടെ തഹസീൽദാരുള്ള SC സർട്ടിഫിക്കറ്റ് മതി. അവിടെ പിന്നെ വേറൊരു വെരിഫിക്കേഷൻ ഇല്ല. എന്നാൽ കേരള മെഡിക്കലിന് നമ്മൾ SC ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കിർത്താസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മളുടെ അച്ഛനെക്കുറിച്ചും അമ്മയുടെക്കുറിച്ചും അവരുടെ റൂട്ട് എത്ര വർഷമായിട്ട് 50 വർഷമായിട്ടെങ്കിലും ഈ സമുദായത്തിലുള്ളവരാണോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് SC അനുവദിക്കുന്നത്. അപ്പോൾ നമ്മൾ SC വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരള മെഡിക്കലിന് SC കിട്ടിക്കൊള്ള നിർബന്ധമില്ല. അത് കിർത്താസ് ഗ്രൂപ്പ് വെരിഫൈ ചെയ്യുകയും കൂടെ വേണം. അതുകൊണ്ട് താങ്കൾ ഇപ്പോഴാണ് SCയിലോട്ട് മാറിയതെങ്കിൽ കേരള മെഡിക്കലിന് SC സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലോഡ് ചെയ്യുകയും റെഗുലറായിട്ട് കേരളയുടെ വെബ്സൈറ്റ് നിരീക്ഷിച്ച് താങ്കൾക്ക് കിർത്താസ് ഗ്രൂപ്പും അംഗീകരിച്ചെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്നാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഇല്ല. താങ്കൾക്ക് SC അനുസരിച്ചുള്ള എല്ലാ സീറ്റുകളും ലഭ്യമാകും. EWS റിസർവേഷൻ ഉള്ളവർക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി കൂടി കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കേരളത്തിൽ EWS നമുക്ക് കൊടുക്കാം. ക്രിസ്ത്യൻ ആണെന്നുള്ളതിന് ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റും കൊടുക്കാം. അപ്പം ഗവൺമെൻറ് മേഖലയിൽ EWSനെ പരിഗണിക്കുകയും ചെയ്യും. ഗോകുലം, SUT, ശ്രീനാരായണ പോലുള്ള കോളേജുകളിൽ EWS ആയിട്ടും പരിഗണിക്കും. സർ, എൻ്റെ മോളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ല. നമ്മൾ UAEയിലാണ്. അപ്പോൾ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ടില്ല. പാസ്പോർട്ട് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? 100%. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആപ്ലിക്കേഷൻ്റെ അവസാന സമയങ്ങളിലോട്ട് കിടക്കുകയാണ്. നമുക്ക് മറ്റൊരു ID പ്രൂഫ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്. പാസ്പോർട്ട് പക്ഷേ എക്സ്പയർ ആയിപ്പോളെന്ന് വെച്ച് പലരും രജിസ്റ്റർ ചെയ്യാതിരിപ്പുണ്ട്. നമുക്ക് രജിസ്ട്രേഷൻ്റെ വിൻഡോയിലോട്ട് കയറാൻ യൂണിക് ID ആയിട്ട് പാസ്പോർട്ട് എക്സ്പയർ ആയാലും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. എന്നിട്ട് അകത്ത് ചെന്നിട്ട് വാലിഡ് ID പ്രൂഫിൻ്റെ സ്ഥാനത്ത് ആധാറോ +2 ഹോൾ ടിക്കറ്റോ കൊടുത്താൽ ധാരാളം മതിയാകും. പരീക്ഷയ്ക്ക് പോകുമ്പോഴും +2 ഹോൾ ടിക്കറ്റോ ആധാറോ ഉപയോഗിച്ചാൽ മതിയാകും. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എക്സ്പയർ ആയ പാസ്പോർട്ട് ഉപയോഗിക്കാം. സർ, ഞാൻ നീറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കീമിന് മാത്രം നോക്കിയാൽ എനിക്ക് മെഡിക്കൽ ഫീൽഡ് പറ്റും? തീർച്ചയായിട്ടും. കേരളത്തിലെ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ എല്ലാ സീറ്റുകളും നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം നമുക്ക് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പം ഇപ്പോൾ നമ്മൾ നീറ്റിൻ്റെ യാതൊരു ഡീറ്റെയിൽസും ചോദിച്ചിട്ടില്ല. കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ മെഡിക്കൽ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. പക്ഷേ നീറ്റ് എക്സാം എഴുതിയില്ല എന്നും വിചാരിക്കുക. നമുക്ക് ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ജൂൺ 20 കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കേണ്ട ഒരു സമയമുണ്ട്.
അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മൾ നീറ്റ് എക്സാം എഴുതാത്തത് കൊണ്ട് നമുക്ക് ആ ലിങ്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരികയും അതുകൊണ്ട് കേരളത്തിലെ മെഡിക്കൽ പ്രവേശനം നമുക്ക് ലഭ്യമാകുകയുമില്ല. എന്നാൽ കേരളത്തിൽ എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ എന്നിവയ്ക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. സർ, മുസ്ലിം കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് എവിടെ അപ്ലൈ ചെയ്യേണ്ടത്? അക്ഷയ സെൻറ്റർ വഴി നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓൺലൈനായിട്ട് ലഭിക്കും, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. നോൺ ക്രിമിനൽ അല്ലാത്തവർക്ക് കേരളത്തിൽ മുസ്ലിമിൻ്റെ മൈനോറിറ്റി സീറ്റ് ലഭിക്കാനാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അല്ലാത്തവർക്കാർക്കും ആ സർട്ടിഫിക്കറ്റ് വേണ്ട, നോൺ ക്രിമിനൽ മാത്രം മതിയാകും. EW സെൻട്രൽ ആണോ അതോ സ്റ്റേറ്റ് ആണോ വേണ്ടത്? നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ സെൻട്രൽ തഹസീൽദാരുടെ നിന്നുള്ളതിനും കേരള മെഡിക്കലിന് അടുത്ത ആഴ്ച അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നുള്ളതും. അസീസിയ സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ലേ, മുസ്ലിം സീറ്റ് റിസർവേഷൻ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ? അസീസിയ എന്ന് പറയുന്നത് കേരളത്തിലെ 19 സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. 7 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അവിടെ ജനറലായിട്ട് സീറ്റുണ്ട്, OBC ആയിട്ട് സീറ്റുണ്ട്, SC ST അങ്ങനെയുള്ള സീറ്റുകളെല്ലാം ഉണ്ട്. അതുകൂടാതെ ഇതൊരു മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. അതിൻ്റെ ഓണർമാർ മുസ്ലിംസ് ആയതുകൊണ്ട് അതൊരു മുസ്ലിം മൈനോറിറ്റി കോളേജായിട്ട് പരിഗണിക്കും. അവിടുത്തെ 35% സീറ്റുകൾ 7 ലക്ഷം രൂപ തന്നെ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് മുസ്ലിംസിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ആ മൈനോറിറ്റി സീറ്റുകൾ നോൺ ക്രിമിനൽ ആയിട്ടുള്ള മുസ്ലിംസിനെയും നോൺ ക്രിമിനൽ അല്ലാത്തവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് മുസ്ലിം മൈനോറിറ്റി ആയിട്ട്, അപ്പം എല്ലാ മുസ്ലിംസിനും നോൺ ക്രിമിനൽ ആണെങ്കിലും അല്ലെങ്കിലും നമുക്കവിടെ ഈ മൈനോറിറ്റി സീറ്റിനായിട്ട് അപേക്ഷ കൊടുക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നു. നമുക്ക് OBC എന്ന് വേണേൽ കൊടുക്കാം, OBC NCL കിട്ടുമെങ്കിൽ. ഇനി OBC NCL കിട്ടിയില്ലെങ്കിൽ നമ്മൾ എലിജിബിലിറ്റി ക്ലെയിം എന്നുള്ളത് ജനറൽ എന്ന് കൊടുക്കും. എന്നിട്ട് അവസാനം ഒരു ചോദ്യമുണ്ട്, മൈനോറിറ്റി യെസ് ആണോ നോ ആണോ എന്ന്. മൈനോറിറ്റി യെസ് എന്ന് പറയുകയും മുസ്ലിം ആയതുകൊണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ അസീസിയയിൽ നമുക്ക് മൈനോറിറ്റി സീറ്റ് ലഭിക്കും. OBC NCL ഉണ്ടായിരുന്നെങ്കിലോ ജനറലായിട്ടും OBC ആയിട്ടും മൈനോറിറ്റി ആയിട്ടും പരിഗണിച്ചതിനെന്ന് മാത്രം. NCL കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി, ജനറലായിട്ടും മൈനോറിറ്റി ആയിട്ട് നമ്മളെ പരിഗണിക്കും. സർ, മൈ ഡോട്ടർ ആൻഡ് ഹസ്ബൻഡ് ബർത്ത് പ്ലേസ് ഔട്ട് ഓഫ് കേരള, മദർ ബർത്ത് ഇൻ കേരള, വി ക്യാൻ ടേക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. പറ്റും. എങ്ങനെയാണ് നേറ്റിവിറ്റി എന്ന് പറയുന്നത്? എന്താണ്? അമ്മയുടെ ജന്മസ്ഥലം കേരളത്തിൽ കാണിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി എന്ന് പറയുന്നത്. കേരള ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്യുകയും വില്ലേജ് ഓഫീസിൽ പോയിട്ട് കാൻഡിഡേറ്റിൻ്റെ അമ്മ കേരളത്തിൽ ജനിച്ചതാണെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ട്, ഓൺലൈനായിട്ട് പറ്റില്ല, ഓഫ്ലൈനായിട്ട് വില്ലേജ് ഓഫീസറുടെ നിന്ന് ഒപ്പിട്ട് മേടിച്ചാൽ അത് മതിയാകും. അതല്ലെങ്കിൽ അമ്മയുടെ പാസ്പോർട്ടും കുട്ടിയുടെ പാസ്പോർട്ടോ കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ ഒരുമിച്ച് വെച്ചാൽ മതി. അതല്ലെങ്കിലോ അമ്മയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് ഒരുമിച്ച് വെച്ചാലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയും. സർ, മകളുടെ ആധാർ കാർഡിൽ അച്ഛൻ്റെ പേരിൽ കൂടെ ഇനിഷ്യൽ ഉണ്ട്, എന്നാൽ SLC ബുക്കിൽ ഇനിഷ്യൽ ഇല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ അതിൽ? ഇല്ല. നമുക്ക് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴും അഡ്മിഷൻ ചെല്ലുമ്പോഴും കാൻഡിഡേറ്റിൻ്റെ പേരും ഫോട്ടോയും ഡേറ്റ് ഓഫ് ബർത്തുമാണ് വെരിഫൈ ചെയ്യുന്നത്. സാർ, OECക്കാർ തഹസിൽദാറിൽ നിന്നാണോ ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്? നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ തഹസീൽദാരെന്നുള്ള നോൺ ക്രിമിനലാണ് നീറ്റിന് വേണ്ടത്. അവിടെ OEC എന്നൊരു സംവരണം ഇല്ല. കേരള മെഡിക്കലിനാണ് OEC എന്നുള്ള സംവരണം ഉള്ളത്. അവിടെ വേണ്ടത് വില്ലേജ് ഓഫീസർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റുമാണ് OECക്ക് കേരളത്തിൽ കീമിന് വേണ്ടത്. CUET ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ? CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം മെയ് 15 മുതൽ മെയ് 30 വരെയാണ് നടക്കുന്നത്. അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 29 മുതൽ മാർച്ച് 29 വരെയാണ്. exams.nta online/CUET_UG എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. സർ, ജില്ലാ സൈനിക് വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ വരുന്നതിന് മുൻപ് വാങ്ങണം. നമുക്ക് കേരളയുടെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫോർമാറ്റ് ഈ വർഷത്തെ ഫോർമാറ്റും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഫോർമാറ്റിലാണ് മേടിക്കുന്നുണ്ടെങ്കിൽ കേരള നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ എക്സ് സർവീസ്മെൻ റിസർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 6 സീറ്റുകൾ അഡീഷണൽ ആയിട്ടുണ്ട്. ആ റിസർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേരള മെഡിക്കലിന് അത് ഉപകരിക്കും. നേരത്തെ തന്നെ മേടിച്ചു വെക്കാം, കഴിഞ്ഞ വർഷത്തെ ഫോർമാറ്റിൽ മേടിച്ചാൽ മതിയാകും. അപ്പോൾ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത പ്രേക്ഷകർ, അതുപോലെ തന്നെ ശിവൻ സാറിനൊപ്പം കഴിഞ്ഞ വാരം എപ്പിസോഡിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത പ്രേക്ഷകരിലേക്കുമുള്ള ഉത്തരങ്ങളുമായി ശിവൻ സാർ ഇന്ന് നിങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നിരവധി സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നീറ്റ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതിനുള്ള കൃത്യമായ മറുപടിയുമായി ശിവൻ സാർ അടുത്ത വാരം എത്തുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ ഇന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.